Hello everyone. IIT, NIT, AIMS, JIPMER തുടങ്ങിയ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് ഒരു സീറ്റ് നേടിയെടുക്കുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ +2 പഠനത്തിന് ശേഷം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇപ്പൊ തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായി നമ്മുടെ ബ്രില്യൻറ്റ് പാല ഒരുക്കുന്ന പ്രോഗ്രാം ആണ് IIT AIMS ഇന്റഗ്രേറ്റഡ് 2-year +2 പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എന്റെ പേര് ദർശന, ഞാൻ ബ്രില്യൻറ്റ് പാലയിലെ കെമിസ്ട്രി ഫാക്കൽറ്റി ആണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി നമ്മുടെ കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കെമിസ്ട്രി ഇല്ലാത്ത ഒരു ലൈഫിനെ പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും നമുക്ക് നമ്മളുടെ കെമിസ്ട്രിയുടെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളിൽ തന്നെ പലർക്കും കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് കെമിസ്ട്രി പഠിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാം, ഇനി നമുക്ക് ഇതിൽ സിലബസ് ആയിട്ട് വരുന്നത് നമ്മളുടെ ഫിസിക്സും അതുപോലെ തന്നെ മാത്സും ആണ്. അപ്പൊ ഈ ഫിസിക്സിലും മാത്സിലൊക്കെ കുറെ പ്രോബ്ലംസും അങ്ങനെ ഭയങ്കര കടകട്ടി സാധനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം തരുന്ന സബ്ജക്റ്റുകളിലൊന്നാണ് നമ്മളുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ കെമിസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്മളുടെ അറ്റോമിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മളുടെ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ആളുകളുണ്ട്. നമ്മളുടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അതേപോലെ തന്നെ ഇവരുടെ മാസ് എന്താണ്, ഇവരുടെ ചാർജ് എന്താണ്, ആരാണ് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഡിസ്കവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കാം. അതേപോലെ തന്നെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അറ്റോമിക് മോഡൽസ്. നമുക്കറിയാം, പല പല സയന്റിസ്റ്റുമാരും അവരുടേതായിട്ടുള്ള കുറേ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയാണ് നമ്മളുടെ അറ്റോമിക് മോഡൽ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതിൽ തന്നെ നമ്മളുടെ J.J. തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ, അതേപോലെ തന്നെ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ, അതുപോലെ ബോർ ആറ്റം മോഡൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മുടെ കെമിസ്ട്രിയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കാര്യം അല്ലെ. ഓരോ ഷെല്ലുകളിലും എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ലഭിക്കുന്നത്. സോ എലമെന്റ്സിന്റെ അപ് ടു ഒരു 30, അതായത് 30 അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ്സിന്റെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ വാലൻസി എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ കേട്ടോ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ ഇതിന്റെ ഒപ്പം അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺസിന്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും, ന്യൂട്രോൺസിന്റെ നമ്പർ എങ്ങനെ കാണും, ഇലക്ട്രോൺസിന്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു ചെറിയ കാര്യം കൂടി ഓർത്ത് വെക്കണം, നമ്മുടെ ഐസോടോപ്പും ഐസോബാറും ഐസോട്ടോണും ഓരോന്നിനുള്ള കുറച്ച് എക്സാമ്പിൾസും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ പീരിയോഡിക് ടേബിളിലും ഏകദേശം നിങ്ങൾക്ക് ഇതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് പഠിക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതൊരു വേറെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് എക്സ്ട്രാ കുറെ കാര്യങ്ങളൊന്നും അതിൽ പഠിക്കാനായിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളായിട്ടുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഐസോടോപ്പ്, ഐസോബാർ ഇതൊക്കെ തന്നെയാണ് ആ ഒരു ചാപ്റ്ററിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതിന് കൂടെ നോക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ അതിനെ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവരെ 3 പേരെ ഒരുമിച്ച് നിങ്ങൾ പഠിച്ചാലും മതിയാവും. നമ്മളുടെ കോമ്പൗണ്ട്സ്, അതേപോലെ തന്നെ മിക്സ്ചേഴ്സ്, അതേപോലെ തന്നെ ഞാൻ വാലൻസി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാലൻസി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോ കോമ്പൗണ്ടുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന കെമിക്കൽ ഫോർമുലാസ് ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ആ കെമിക്കൽ ഫോർമുലാസ് നമ്മൾ എഴുതുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
അത് സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ NaCl ആണ് നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ എന്ത് വരുന്നത്, കെമിക്കൽ ഫോർമുല വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ടുകളുടെയൊക്കെ കെമിക്കൽ ഫോർമുലാസ് വാലൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ അത് എഴുതുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ ഫുൾ ഇക്വേഷൻസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പൊ വാട്ടർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് വാട്ടർ ഫോം ചെയ്യുന്നത്, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണോ അതോ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും, നമ്മൾ ആറ്റംസിന്റെ നമ്പർ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ചില ഇക്വേഷൻസ് ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക, ചില ഇക്വേഷൻസ് അൺബാലൻസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തറിയണം, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് താഴെ തന്നതിൽ ബാലൻസ്ഡ് ഇക്വേഷൻ ഏതാണ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഇക്വേഷൻ ഏതാണെന്നൊക്കെ നമ്മളോട് ചോദിക്കും. സോ ഒരു ബാലൻസിങ് കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ആ 3 ചാപ്റ്റർ നിങ്ങൾ ഒരുമിച്ച് ഒരു ചാപ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിച്ചാലും മതി കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ആറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ഇനി ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. അപ്പൊ കെമിക്കൽ ബോണ്ടിങ് ആണ് നമ്മളുടെ ചാപ്റ്റർ. അപ്പൊ ഈ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്താണ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടുകൾ ഉണ്ട് അല്ലെ, കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബോണ്ടിങ്ങുകൾ എന്താണെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ബോണ്ടിങ് പല കോമ്പൗണ്ടുകളിൽ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമുക്ക് ബോണ്ടിങ് പഠിക്കുമ്പോൾ അതിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരാളാണ് നമ്മളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ സോഡിയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 281 ആണ് സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ അല്ലെ. അപ്പൊ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ആ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോട്ട് ഇട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ആ ഒരു സിമ്പിൾ ഓഫ് ആറ്റത്തിന്റെ പുറത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് സൂചിപ്പിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പൊ കുറച്ച് എലമെന്റ്സിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അതുപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്ന നമ്മളുടെ പോളിംഗ് സ്കെയിൽ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്നത് ആരാണ് എന്നുള്ള ആ പോയിന്റുകൾ നിങ്ങളൊന്ന് നോക്കി വെക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, കെമിക്കൽ ഫോർമുല വരുന്നുണ്ട്. അപ്പൊ ഈ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് ചില ടോപ്പിക്കുകൾ എന്ത് വരുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു ചാപ്റ്ററിൽ പഠിച്ചാൽ തന്നെ അത് തന്നെയായിരിക്കും ചിലപ്പോൾ അടുത്ത ചാപ്റ്ററിലും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇത്രയും കാര്യമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സോൾട്ട് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ നമുക്ക് തന്ന ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ. ഇപ്പോ നമ്മൾ ഒരു നാരങ്ങ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു ലെമണിൽ എന്ത് പ്രസന്റ് ആണ്, സിട്രിക് ആസിഡ് പ്രസന്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു നാരങ്ങേനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും, ഒരു സോർ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തറിയാം, സോർ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് നമ്മളുടെ ആസിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബിറ്റർ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് നമ്മളുടെ ബേസസ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാ ആൾക്കാരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡോ സൾഫ്യൂരിക് ആസിഡോ എടുത്ത് കുടിച്ച് അതിന് സോർ ടേസ്റ്റ് ആണോ നമുക്ക് നോക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ കുറെ ആൾക്കാരെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ലിറ്റ്മസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മളുടെ റെഡ് ക്യാബേജ് ആയിക്കോട്ടെ, അതുപോലെ ഹിബിസ്കസ് ആയിക്കോട്ടെ, അതേപോലെ ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ടേമറിക്, ഇതൊക്കെ നിങ്ങൾ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്, അവരുടെ കളർ ചേഞ്ച് ആസിഡിൽ എങ്ങനെയാണ് ബേസിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഇൻഡിക്കേറ്റേഴ്സും അവരുടെ കളർ ചേഞ്ചും അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെ അവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്യാസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ആസിഡും ബേസും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്, ആ ഒരു പ്രോസസ്സിന് നമ്മളൊരു പേരൊക്കെ പറയാറുണ്ട്. ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ വിളിക്കുക, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ സോൾട്ടും വാട്ടർ ആയിരിക്കും. അപ്പൊ അവിടേക്ക് ഉണ്ടാവുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നമ്മളുടെ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകൾ എങ്ങനെയാണ് ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് pH വാല്യൂ ആണ്. അപ്പൊ നമുക്കറിയാം pH വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആസിഡ്സും ബേസും ന്യൂട്രലും ഒക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ pH വാല്യൂ ആസിഡിന് എത്രയാണ് വരുന്നത്, ബേസിന് എത്രയാണ് വരുന്നത്, നമ്മളുടെ
വാട്ടർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് pH വാല്യൂ വരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ അവസാനമായിട്ട് ഈ ഒരു ആസിഡ് ബേസ് സാൾട്ടിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു pH വാല്യൂന്റെ ഇമ്പോർട്ടൻസ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ എവറിഡേ ലൈഫിൽ എന്താണ് pH വാല്യൂന്റെ ഇമ്പോർട്ടൻസ്, എവിടെയൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അതിനുശേഷം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മെറ്റൽസിനെയും അതേപോലെ തന്നെ നോൺ മെറ്റൽസിനെയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കറിയാം ജനറലി നോക്കുന്ന സമയത്ത് നമ്മളുടെ മെറ്റൽസ് എന്ന് പറയുന്നത് മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, സൊണോറസ് ആണ്, ലെസ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ എന്താണോ നമ്മളുടെ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആദ്യ പ്രോപ്പർട്ടീസ് വരുന്നുണ്ടാവുക, നമ്മുടെ നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ടാവുക. എന്നാൽ ഇതിലെല്ലാം എന്ത് വരുന്നുണ്ടാവും, ചില എക്സെപ്ഷണൽ കേസുകൾ വരുന്നുണ്ടാവും. ആ എക്സെപ്ഷണൽ കേസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം, അവരെ ഒന്ന് നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നോക്കി വെക്കാം. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളുടെ മെറ്റൽസ് ഓക്സിജൻ ആയിട്ടും വാട്ടർ ആയിട്ടും ആസിഡ്സ് ആയിട്ടും അതേപോലെ തന്നെ വേറെ സോൾട്ട് സൊല്യൂഷൻസ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള അവരുടെ റിയാക്ഷൻസ് ഒന്ന് നോക്കി വെക്കാം. അതേപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസ്. ഓക്കെ, നമുക്കൊരു സീരീസ് ഉണ്ട് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ ആ റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡർ ഓർത്ത് വെക്കുക. ആ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞാലാണ് പല റിയാക്ഷൻസും പോസിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ എന്തുണ്ട്, നമുക്ക് മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ മെറ്റൽസിന്റെ പുറത്ത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും പല കോമ്പൗണ്ട്സും അതുപോലെ തന്നെ മോയ്സ്ചറും ഒക്കെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ മെല്ലെ 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 ഡിസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആയിട്ടുള്ള കൊറോഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കൊറോഷനിലൊക്കെ ആകെ നമുക്ക് പഠിക്കാനുള്ള ഒരു 2-3 കാര്യങ്ങളേ ഉള്ളൂ. റസ്റ്റിംഗ് എന്താണെന്നൊന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സിൽവർ ആർട്ടിക്കിൾസ് ഒക്കെ അതിന്റെ കളറൊക്കെ ടെർണിഷ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ടെർണിഷിങ് ഓഫ് സിൽവർ. അതേപോലെ തന്നെ നമ്മളുടെ കോപ്പർ വെസൽസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലൊരു ഗ്രീൻ കളർ കോട്ടിംഗ് ഒക്കെ ഫോം ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കൊറോഷനിൽ എന്ത് ചെയ്യാനുള്ളത്, നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ കുറെ ചാപ്റ്റേഴ്സിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ കെമിസ്ട്രി ആണ്. അപ്പൊ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി ഇല്ലാതെ നമുക്ക് ഒന്നും പഠിക്കാനായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ് നോക്കുന്നത്. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അറിയാം തുടക്കത്തിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, കോമ്പൗണ്ടുകളുടെ നെയിമിംഗ് എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പൊ പല രീതിയിൽ നമ്മൾ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാറുണ്ട്. അപ്പൊ ആ കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് അതിന്റെ കൂടെ തന്നെ പല പല ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസങ്ങൾ ഉണ്ട്. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, അങ്ങനെയൊക്കെ പല ഐസോമെറിസംസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഐസോമെറിസംസ് നിങ്ങൾ നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് വന്നത് തന്നെ നമ്മളുടെ കാർബണും ഹൈഡ്രജന്റെയും ആ ഒരു ബോണ്ടിങ് വഴിയാണ്, അല്ലെങ്കിൽ കാർബണിന്റെ പല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വഴിയാണ് ഈ ഒരു ബ്രാഞ്ച് തന്നെ ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളുടെ കാർബണിന്റെ ആ ഒരു ബോണ്ടിങ് അതേപോലെ തന്നെ കാർബണിന്റെ കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ കുറച്ച് പേരുള്ള കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. കമ്പൽഷൻ, ഓക്സിഡേഷൻ, അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ പിന്നെ കുറച്ച് കോമ്പൗണ്ടുകളാണ് നോക്കാനുള്ളത്. എത്തനോളും എത്തനോയിക് ആസിഡും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നതാണ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നോക്കാനുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കെമിസ്ട്രിയിലെ സിലബസ് എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ നോക്കുമ്പോൾ കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാവും, കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാവും അല്ലെ. അപ്പൊ അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും നമ്മളിത് ഈ സിലബസ് വെറുതെ കേട്ടു അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് പഠിച്ചു എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എല്ലാമായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് എക്സാം എഴുതിയാലാണ് അത് എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ട്, എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എക്സാം ഒക്കെ എഴുതി നോക്കണം. എന്നാൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ
ടെസ്റ്റുകളെല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും നല്ല മാർക്കുകളൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിത്തം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിക്കുക. കാരണം നമ്മളുടെ എക്സാമിൻ്റെ അന്ന് വരെ നമുക്ക് ആ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ വേണം. അത് കെമിസ്ട്രി മാത്രമല്ല, ഇതേപോലെ തന്നെ നമുക്ക് ഫിസിക്സിലും മാത്സിലും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. സോ മാക്സിമം കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടിരുന്ന് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി നിങ്ങളുടെ ഡ്രീം ക്യാമ്പസുകൾ തന്നെ പഠിക്കാനായിട്ട് സാധിക്കട്ടെ. ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ എടുത്ത് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.